വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യം ചെയ്തു ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം. ചെട്ടിയാരഴികത്ത് പാലത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടോ? ലജ്ജയില്ലേ എന്ന് നോക്കിയേ. ഇവിടുത്തെ ചാനലുകളിൽ മുഴുവൻ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെട്ടിയാരഴികത്ത് പാലത്തിന് 10.46 കോടി രൂപ അന്ന് സുധാകരൻ മിനിസ്റ്റർ ഇരുന്നപ്പോ പോയി ഇടപെട്ട് വാങ്ങിച്ചു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് മറ്റൊരു RIDF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MP രശ്മി അടക്കം കൂടെയുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ അതുവഴി ഒരു വലിയ പരിശ്രമവും മണ്ണ് ടെസ്റ്റും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിലെ ഫണ്ട് വരാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ വീണ്ടും തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കിഫ്ബി പദ്ധതികൾ വന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പാലം പൂർത്തീകരിച്ചതല്ലേ. ചെറിയൊരു മിനുക്കുപണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും, അന്ന് പെരുമാറ്റച്ചക്രം വന്നില്ലായിരുന്നു, അന്ന് അത് ഉദ്ഘാടനം ചെയ്യില്ലേ. ഇപ്പൊ അതൊരു വലിയ മേനി നടിച്ച് ഇനി ഓരോന്നോരോന്ന് എണ്ണി പറയും. എന്റെ മനസ്സിൽ 1 മുതൽ അവസാനം വരെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് വെറുതെ അല്ല, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഞാൻ അക്കാഡമിക് ജീനിയസ് ഒന്നുമല്ല, ഞാൻ നിയമ ബിരുദം എടുത്തിട്ടുള്ള ഒരു ചെറിയ ആളാണ്. നമസ്കാരം. ഇന്നലെ നമ്മുടെ മുൻ MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി ചില വെല്ലുവിളികളൊക്കെ നടത്തി. ശ്രീമതി ഐഷ പോറ്റി മുൻ MLA 15 വർഷം നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ എല്ലാം MLA ആയിരുന്നു. ആ 15 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് ഇന്നലെ അവരുടെ പ്രസംഗം അവസാനിപ്പിച്ചത്. അവര് കഴിഞ്ഞ 15 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ കൂടുതൽ ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആയ ധനമന്ത്രി KN ബാലഗോപാൽ, അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി, കൊട്ടാരക്കരയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ശ്രീമതി P. ഐഷ പോറ്റി ചോദിച്ചത്. അവരുടെ ചോദ്യം വലിയ പ്രസക്തിയുള്ളതാണ്. കാരണം 1-2 വർഷമല്ല, 5 വർഷത്തെ ഭരണ നേട്ടമാണ്. എന്താണ് നിങ്ങൾ ചെയ്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി സർക്കാരിന്റെ രണ്ടാമനായ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആ മന്ത്രിസഭയിലെ രണ്ടാമൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ്. അത്രയും സ്വാധീനമുള്ള ആ സർക്കാരിൽ അത്രയും സ്വാധീനമുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായി എന്ത് കാര്യങ്ങളാണ്, വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തതെന്നാണ് ശ്രീമതി ഐഷ പോറ്റി മാത്രമല്ല അവിടെ കൂടി നിന്ന ജനസാഗരം മാത്രമല്ല ഓരോ മണ്ഡലത്തിലുള്ള വോട്ടർമാരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് മറുപടി പറയാൻ മന്ത്രി KN ബാലഗോപാൽ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പറയണം. അദ്ദേഹം ഇതുപോലെ ജനങ്ങളെ സാക്ഷി നിർത്തി പൊതുയോഗത്തിൽ തന്നെ പറയണം, പബ്ലിക്കായി വിളിച്ചു പറയണം. അതിനുള്ള ഒരു അവസരമാണ് ഇന്നലെ ശ്രീമതി ഐഷ പോറ്റി തുറന്നിട്ട് തന്നത്. അവർ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ് KN ബാലഗോപാൽ കഴിഞ്ഞ 5 വർഷമായി ചെയ്തതെന്നുകൂടി ശ്രീമതി ഐഷ പോറ്റി പറഞ്ഞു. അതൊക്കെ ഉള്ളതാണോ? ഒരു സാധാരണ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എന്റെയും സംശയം അതാണ്. അങ്ങനെയാണോ? ഇതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായ മണ്ഡലത്തിലെ ഓരോ വോട്ടറുടെയും, അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഓരോ വോട്ടറുടെയും പ്രതിനിധിയാണ് KN ബാലഗോപാൽ. അദ്ദേഹത്തിന് അത് പറയാനുള്ള ബാധ്യസ്ഥതയുണ്ട്. അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണ്. അദ്ദേഹം പറയണം. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതാണെന്നും പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശവാദങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ ശ്രീമതി ഐഷ പോറ്റി പറഞ്ഞത്.
അതിന് മറുപടി പറയാൻ മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറയണം, പറഞ്ഞേ പറ്റൂ. അത് ഓരോ പൗരനും ഓരോ വോട്ടർമാരും അത് കേൾക്കാൻ കാതോർത്തിരിക്കുക. ഇന്നലെ അവിടെ സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഒരു 5 മണി മുതൽ കൊട്ടാരക്കരെ ഇളക്കിമറിച്ച ജനസാഗരമായിരുന്നു, ജനസമുദ്രമായിരുന്നു അവിടെ തടിച്ചുകൂടിയത്. ആ റാലിയിലും ആ പദയാത്ര ആ പ്രകടനത്തിലും ഒക്കെ പങ്കെടുത്തത് കോൺഗ്രസ്സുകാർ തന്നെ. ഞാൻ പോലും അത് കണ്ടപ്പോൾ അന്തിച്ചു പോയി. ഇത്രയും കോൺഗ്രസ്സുകാർ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടാണോ അവർക്ക് പലപ്പോഴും അവരുടെ പ്രതിനിധികൾ, സ്ഥാനാർത്ഥികൾ ജയിക്കാതെ പോകുന്നത്? ഓരോരുത്തരെയും എണ്ണി എണ്ണി പറയാൻ പറ്റും. അത്രയും ഒരു പ്രകടനം കാഴ്ചവെക്കാനും അങ്ങനെ ഒരു പൊതുസമ്മേളനം കൊട്ടാരക്കരയിൽ നടത്താനും കൊടിക്കുന്നിൽ സുരേഷ് മുൻകൈ എടുത്തത് അദ്ദേഹത്തിന്റെ പ്രയത്നം ചില്ലറയല്ല കേട്ടോ. അവിടെ ഇത്രയും കോൺഗ്രസ്സുകാരെ സംഘടിപ്പിച്ച് അങ്ങനെ ഒരു പൊതുസമ്മേളനം ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. ഐഷാ പൊറ്റിയുടെ വാക്കുകൾ കേൾക്കാൻ. ഐഷാ പൊറ്റി നമുക്കറിയാം CPM സഹയാത്രികയായിരുന്നു, പാർട്ടി മെമ്പറായിരുന്നു, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചവരായിരുന്നു, 15 വർഷം MLA ആയിരുന്നു, 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഒരു പ്രമുഖ അഭിഭാഷക കൂടിയായിരുന്നു കൊട്ടാരക്കര ബാറിലെ. ആ ശ്രീമതി ഐഷാ പോറ്റിയുടെ വാക്കുകൾ കേൾക്കാൻ തടിച്ചുകൂടിയ ജനസാഗരം നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമായി. ഗതാഗത സ്തംഭനം, മണിക്കൂറുകളോളമാണ് MC റോഡും കൊല്ലഞ്ചങ്കോട്ട റോഡും ഒക്കെ സ്തംഭിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കോടതി ഉത്തരവുണ്ടെങ്കിലും അവരാരും മനഃപൂർവ്വം ചെയ്തതല്ലോ. ജനങ്ങൾ ഒഴുകി വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ശ്രീമതി ഐഷാ പോറ്റിയുടെ വാക്കുകൾ കേൾക്കാനും അവരെന്താണ് പറയുന്നതെന്ന് അറിയാനും അതിന് സാക്ഷിയാകാനുമാണ് ഇന്നലെ ആ കൂടിയ ജനങ്ങൾ. ആ ജനസാഗരത്തെ സാക്ഷി നിർത്തിയാണ് ഐഷാ പോറ്റി മന്ത്രി കെ എൻ ബാലഗോപാലിനെ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി ഏറ്റെടുക്കണം. അങ്ങ് ഇത് കേൾക്കുകയാണെങ്കിൽ അങ്ങ് നിർബന്ധമായും അങ്ങ് ഇന്നലെ ശ്രീമതി ഐഷാ പോറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ട് കാണും. അതിന് മറുപടി വരും ദിവസങ്ങളിൽ കൊടുക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.